ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള USS മാത്സിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തമായി ചെയ്യുക, എന്നിട്ട് ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയായിരിക്കണം ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടത്. നേരെ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ചോദ്യം കണ്ട് ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചോദ്യം ഏറ്റവും ചെറിയ അനഘസംഖ്യ എന്നാണ് ചോദ്യം. അപ്പോൾ അനഘസംഖ്യ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പറയുന്നത് പെർഫെക്റ്റ് നമ്പർ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യം എന്താണ്? തന്നിരിക്കുന്നതിലെ ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനഘസംഖ്യ ഏതാണ് ചോദിച്ചേക്കുന്നത്. അനഘസംഖ്യ. അപ്പോൾ അനഘസംഖ്യ അറിയാത്തവർ ഇവിടെ കാണും, അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ ഏതെന്ന് അറിയാത്തവർ കാണും. അതിൽ ഏറ്റവും ചെറിയ അനഘസംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് മക്കളെ. ഓപ്ഷൻ സി എന്ന് വെച്ചാൽ എന്താണ് പെർഫെക്റ്റ് നമ്പർ എന്ന് അറിയാൻ ചിലവർക്കെങ്കിലും ആഗ്രഹം കാണും. അപ്പോൾ 6 എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാം 1 × 6 ചെയ്താൽ 6 കിട്ടും, 2 × 3 ചെയ്താലും 6 കിട്ടും. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അതോടൊപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കിട്ടിയ സംഖ്യകളായിട്ടുള്ള 1ഉം 2ഉം 3യും എന്തെന്ന് വിളിക്കാം? ഫാക്ടേഴ്സ് ഓഫ് 6 എന്ന് വിളിക്കാം. ആ ഫാക്ടറായിട്ടുള്ള 1ഉം 2ഉം 3യും കൂടെ കൂട്ടിയാൽ തിരിച്ച് എത്ര തന്നെ കിട്ടും മക്കളെ? 6 കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സാണ്. അതിൻ്റെ ഫാക്ടേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ 6 ഒഴിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് കൂട്ടുമ്പോൾ തിരിച്ച് 6 കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനഘസംഖ്യ എന്ന് വിളിക്കണം. അപ്പോൾ അനഘസംഖ്യ ഏതാണ് ഏറ്റവും ചെറുതെന്ന് ചോദിച്ചാൽ 6 ആണ്. മറ്റൊരു അനഘസംഖ്യ പറഞ്ഞാൽ 6 കഴിഞ്ഞാൽ മറ്റൊരു അനഘസംഖ്യ ഉണ്ട് 28. ഈ 28 കഴിഞ്ഞാൽ മറ്റൊരു അനഘസംഖ്യ ഉണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. അറിയാത്തവർ പഠിക്കുക. 496 ഒരു അനഘസംഖ്യയാണ്. അതാണ് 8128 മറ്റൊരു അനഘസംഖ്യയാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എല്ലാം പെർഫെക്റ്റ് നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ അനഘസംഖ്യയാണ്. അതോടൊപ്പം നിങ്ങൾക്കറിയാവുന്ന നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ. എല്ലാവർക്കും അറിയാം അഭാജ്യ സംഖ്യ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 1 എന്ന് പറയാൻ ചിന്തിക്കുന്നവർക്ക് തെറ്റാണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. അത് കഴിഞ്ഞ് 2, 3, 5, 7, 11, 13 എന്നും പറഞ്ഞിങ്ങനെ പൊക്കോണ്ടേയിരിക്കും പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ. അപ്പം ഈ സംഖ്യ മനസ്സിലായല്ലോ, അനഘസംഖ്യ. തന്നിരിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ചോദ്യം ആകെ എത്ര ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ചോദ്യം. ഘടകങ്ങൾ എത്ര? നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് കണ്ടുപിടിച്ചോ. അപ്പോൾ ഇവിടെ 6² × 2⁴ ആണ്. അപ്പോൾ ആ 6² മാറ്റണം. 6 എന്ന് പറയുന്നത് എന്തല്ല? അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ അവനെ മാറ്റിയിട്ട് വേണം കണക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടില്ല. അപ്പോൾ ഈ ചോദ്യത്തിൽ നോക്കുക, 6നെ നമ്മൾ 2 × 3 എന്ന് എഴുതും, അതിൻ്റെ സ്ക്വയർ എന്ന് കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം അതുപോലെ 2⁴ × 3⁴ എന്ന് കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 2² × 3² × 2⁴ × 3⁴ എന്ന് വരും. ഓക്കെയാണ്. ഇനി 3യുടെ ടേം നോക്കുക. 2ൻ്റെ ടേം 2² ഉണ്ട്, 2⁴ ഉണ്ട്. 2² ഉം 2⁴ കൂടെ എന്താവും? 2⁶ ആകും. ഇൻറ്റു അതോടൊപ്പം 3² ഉം 3⁴ കൂടെ എന്താവും? 3³ ആകും. നമുക്കറിയാം 3³ ആവും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും മക്കളെ? ഫാക്ടർ കണ്ടുപിടിക്കാൻ ഈ 6 7 ആക്കി എഴുതുക. ഈ 3 എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതുക? 4 ആക്കി എഴുതുക. 7 × 4 28 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഇതുപോലെ ചെയ്ത് കൃത്യമായിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. 28 എല്ലാവർക്കും ശരിയാണല്ലോ. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്നതാണ് 2, 2², 2³ 2⁴. അങ്ങനെ ഇവിടെ എന്തുണ്ട്? 2⁵ ഉണ്ട്, 2�6 ഉണ്ട്, 2�7 ഉണ്ട്. അങ്ങനെ 2�32 വരെയുള്ള സംഖ്യകൾ കൂട്ടിക്കിട്ടുന്ന ഉത്തരത്തിലെ ആദ്യത്തെ അക്കം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടുമ്പോൾ ഒരു വലിയ സംഖ്യ കിട്ടും. അതിലെ ഈ ആദ്യ ഡിജിറ്റിൽ വരുന്ന സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലായത് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തവർ അത് മനസ്സിലാക്കുക. 2⁻1 എന്ന് പറയുമ്പോൾ എന്തോ മക്കളെ? 2 ആണ്. 2² എന്ന് പറയുന്നത് എന്തോ മക്കളെ? 4 ആണ്. അടുത്ത 2³ എന്ന് പറയുന്നത് എന്തോ? എത്ര വരും? 2³ എന്ന് പറഞ്ഞാൽ എത്ര വരും? 8 വരും. അതാണെങ്കിൽ 2⁴ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 16 വരും. ഇത്രയും തമ്മിലൊന്ന് കൂട്ടി നോക്കി. ഇത്രയും ഈ 4 സംഖ്യ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ശ്രദ്ധിച്ച് നോക്കി അറിയാം. കൂട്ടുമ്പോൾ നോക്കി 8 6 14 18 20 0 വരും. പിന്നെ 2 വരും, 2 1 3 30 വരും. എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഈ 4 സംഖ്യ കൂട്ടിയപ്പോൾ ഈ ആദ്യ ഡിജിറ്റ് എന്ത് വന്നു നോക്കടാ? 0 വന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, 2 മുതൽ 2⁴ വരെയുള്ള കൂട്ടിക്കഴിഞ്ഞാൽ ആദ്യ ഡിജിറ്റ് 0. അടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി 2⁵
5, 2⁻6, 2�7, 2�8. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ആദ്യ ഡിജിറ്റ് എന്ത് തന്നെ വരും? 0 വരും. നമുക്കറിയാമല്ലേ 2⁵ ആദ്യ ഡിജിറ്റ് എന്ത് തന്നെയായിരിക്കും? 2 ആയിരിക്കും. 2�6 എന്ന് പറഞ്ഞതിൻ്റെ ആൻസറിലെ ആദ്യ ഡിജിറ്റ് എന്തോ 4 ആയിരിക്കും. 2�7ൻ്റെ ആൻസറിലെ ആദ്യ ഡിജിറ്റ് എന്തോ 8 ആണ്. 2�8ൻ്റെ ആദ്യ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇപ്പോഴും കൂട്ടുമ്പോൾ എന്ത് തന്നെ കിട്ടും? കൂട്ടുമ്പോൾ 0 വരും. എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കേണ്ടത് എന്താണ്? എത്ര ജോഡി? 4 എത്ര ജോഡിയുണ്ട്? 32 അവസാനിച്ചേക്കുന്നത്. ഇരട്ട സംഖ്യയിലാണ് അവസാനിച്ചേക്കുന്നത്. ഇവിടെ അവസാനിച്ചേക്കുന്ന ഇരട്ട സംഖ്യയാണെങ്കിൽ കൂട്ടുമ്പോൾ എന്ത് തന്നെ സംഭവിക്കും? 0 ആയിരിക്കും വരുന്നത്. എന്തുകൊണ്ടാണ്? 4 വീതം 2ൻ്റെ 4 വീതം കൂട്ടുമ്പോൾ കിട്ടുന്നത് എപ്പോഴും 0 അതുകൊണ്ട് അവസാനിച്ചേക്കുന്ന സംഖ്യ 32 എന്ന് പറയുമ്പോൾ 8 ജോഡി സാധനമുണ്ടല്ലേ? 2⁴, പിന്നെയും 4, പിന്നെയും അങ്ങനെ 8 ജോഡിയുണ്ട്. 8 ജോഡിയും കൂടെ കൂട്ടുമ്പോൾ എന്ത് തന്നെ സംഭവിക്കത്തുള്ളൂ? 0 വരത്തുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 0. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടുപഠിക്കുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, അവരും പഠിച്ചോട്ടെ, നല്ല മാർക്ക് മാത്സിന് സ്കോർ ചെയ്യട്ടെ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗസംഖ്യ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. പെർഫെക്റ്റ് സ്ക്വയർ ഏതെന്നാണ് ചോദ്യം. എന്തോ ചോദ്യം? പെർഫെക്റ്റ് സ്ക്വയർ ഏത്? തന്നിരിക്കുന്നതിൽ പെർഫെക്റ്റ് സ്ക്വയർ ഏത്? മക്കളെ, ഈ പെർഫെക്റ്റ് സ്ക്വയറുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. 36 പെർഫെക്റ്റ് സ്ക്വയറാണ്. എന്തുകൊണ്ടാണ് 36 പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗം എന്ന് വിളിക്കുന്നത്? 36 ഒരു പൂർണ്ണവർഗമാണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറാണ്. എന്തുകൊണ്ടെന്നാൽ ഒരേ സംഖ്യ തമ്മിൽ ഗുണിച്ചാൽ 36 കിട്ടും. അതെനിക്ക് 144 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് പറയുമ്പോൾ 12 × 12 ചെയ്താൽ കിട്ടും. അതാണെങ്കിൽ 225 പെർഫെക്റ്റ് സ്ക്വയർ എന്തുകൊണ്ടാണ്? 15 × 15 ചെയ്താൽ കിട്ടും. അതെനിക്ക് 400 പെർഫെക്റ്റ് സ്ക്വയർ എന്തുകൊണ്ടാണ്? 20 × 20 ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ 2 × 2 × 100 ചെയ്താലും കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് ചെറുതാക്കി. അപ്പോൾ ഇതുപോലെ തന്നെ ഈ രൂപത്തിലാണ് ഇവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ്. കണ്ടോ? ആ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? പൂർണ്ണവർഗ സംഖ്യ കണ്ടുപിടിക്കണം. അതിനൊരു എളുപ്പ വഴിയുണ്ട്. കൊടുത്തിരിക്കുന്ന സംഖ്യകളെല്ലാം ചെക്ക് ചെയ്യണം. സംഖ്യകൾ 2, 3, 5, 7, 9, 11 എന്നൊക്കെ പറയുന്ന സംഖ്യകളാണോ നോക്കണം. കേട്ടല്ലേ? ഇതെല്ലാം എന്ത് നമ്പർ? 9 വരത്തില്ലല്ലോ. 9 എഴുതാൻ പറ്റില്ല. 9 പെർഫെക്റ്റ് പ്രൈം നമ്പർ അല്ല, 11. അപ്പോൾ ഈ സംഖ്യകളിൽ പെടുന്നതാണോ നോക്കണം. ആദ്യമേ നമ്മൾ ഓപ്ഷനിൽ പോയി നോക്കിയിട്ട് 2, 3, 5, 7, 11 ഉണ്ടോ നോക്കണം. എല്ലായിടത്തിലും ഉണ്ട്. പക്ഷേ ഇതാ ഇവിടെ നോക്കുമ്പോൾ എന്തുണ്ട്? 9 ഉണ്ട്. അത് പിന്നെ ചെക്ക് ചെയ്യാം. ആദ്യമേ 5 ഉണ്ടോ നോക്കണം. 5 ഉണ്ട്. 5ൻ്റെ മുകളിലുള്ള പവർ നോക്കണം. 5ൻ്റെ മുകളിൽ ഈവൻ നമ്പർ വന്നാൽ പ്രശ്നമില്ല. ഈവൻ നമ്പർ വന്നാൽ അത് പെർഫെക്റ്റ് സംഖ്യയാണ്. ഇവിടെ നോക്കടാ, ഈ 5ൻ്റെ മുകളിൽ വന്നേക്കുന്നത് കണ്ടോ? 5ൻ്റെ മുകളിൽ വന്നേക്കുന്നത് എന്തോ? 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ വന്നാൽ അതെന്താകില്ല? പൂർണ്ണവർഗ സംഖ്യ ആകില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ അല്ല. കണ്ടുപിടിച്ചു. ഇനി സെയിം നോക്കി, ഇപ്പുറത്തും ഒരു 5 ഉണ്ട്. അതുകൊണ്ട് അവിടെ ⁻3, അവിടെയും ഓഡ് നമ്പറാണ് വന്നത്, ഒറ്റ സംഖ്യ വന്നത്. അതുകൊണ്ട് ഇത് പൂർണ്ണവർഗം ആവില്ല. ഇനി നോക്കി, ഇവിടെ 5⁻3 വന്നേക്കുന്നത്. അപ്പോൾ ഇതും പൂർണ്ണവർഗം ആകില്ല. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏത് തന്നെയായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കുമെന്ന് പറയാം. അല്ലെങ്കിൽ അതൊന്ന് എഴുതി കാണിക്കാൻ നിങ്ങൾക്ക്. ഓപ്ഷൻ ഡി നോക്കടാ. 2⁻6 അപ്പോൾ 2ൻ്റെ മുകളിൽ ഈവൻ നമ്പർ കറക്റ്റാണ്. ഇൻറ്റു 5⁻4 അതിൻ്റെ മുകളിൽ 4 ആണ്, അതും പെർഫെക്റ്റ് നമ്പറാണ്. ഇൻറ്റു 3⁻6 അതിൻ്റെ മുകളിൽ ഈവൻ നമ്പറാണ്. ഇനി അവസാനം കിടക്കുന്ന 4നെ, അവസാനം കിടക്കുന്ന ഈ 4നെ എന്തെന്ന് എഴുതണം? 2² എന്ന് എഴുതി അതിൻ്റെ മുകളിൽ കൂടെ ക്യൂബ് ഇട്ടു. അതിനെ മാത്രം ചെയ്താൽ 2⁻6. കണ്ടോ? ഇവിടെ കിട്ടിയ ഓരോന്നിൻ്റെ മുകളിൽ കിടക്കുന്നത് എന്ത് നമ്പറാണ് മക്കളെ? ഈവൻ നമ്പറാണ്. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പഠിക്കുക. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ കണ്ടുപിടിക്കാൻ അഭാജ്യ സംഖ്യയുടെ മുകളിൽ കിടക്കുന്നത് ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണെന്ന് നോക്കിയാൽ മതി. അവനായിരിക്കും പൂർണ്ണ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ തമ്മിൽ ഇങ്ങനെ ഒരു വലിയ സംഖ്യ ഗുണിക്കാൻ തന്നിട്ടുണ്ട്. ഈ സംഖ്യ ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത് എന്ന് വെച്ചാൽ യൂണിറ്റ് ഡിജിറ്റ് ഏതെന്നാണ് ചോദിച്ചത്. യൂണിറ്റ് ഡിജിറ്റ് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഗുണിച്ചൊന്നും നോക്കാൻ പറ്റൂല. ഇതിനുള്ള എളുപ്പവഴിയുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ചിന്തിക്കേണ്ട ആരെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. 3⁻18 അവിടുത്തെ സംഖ്യ. അപ്പോൾ നോക്കണം, 3⁻18 മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്കറിയാം. ഈ 3⁻18 അല്ലെങ്കിൽ ഈ ഉത്തരത്തിൻ്റെ, ഈ സംഖ്യയുടെ ഉത്തരം ഒരു വലിയ ഉത്തരമാണ്. അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? 3⁻18 ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ആ 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 4 4 16 2 വരും. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ലാസ്റ്റ് റിമൈൻഡർ ശിഷ്ടം നോക്കണം. ഇനി നമ്മൾ ചിന്തിക്കും 3⁻1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഈ ആദ്യ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് അവസാനം എന്തുമായിരിക്കും?
എന്തുമായിരിക്കും? കുറേ സംഖ്യകളുണ്ട്, പക്ഷെ അവസാനത്തെ ഡിജിറ്റ് എന്തുമായിരിക്കും? 9 ആയിരിക്കും. ഇൻറ്റു ഇനി മറ്റേൻ്റെ ഉത്തരം നോക്കടാ, ഇത് നോക്കടാ, 176/18. 176/18 ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനെ പറ്റിയാണ്? 6/18. 6ൻ്റെ എന്തെടുത്താലും നിങ്ങൾക്കറിയാം, 6/1 6, 6ൻ്റെ സ്ക്വയർ 36. 6ൻ്റെ ഏത് സംഖ്യയുടെ പവർ വന്നാലും അവസാനം എന്താണ്? 6 വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഗുണിക്കേണ്ട ഈ രണ്ട് സംഖ്യയും കൂടെ നമുക്ക് ഗുണിക്കാനാണ് പറഞ്ഞത്. ഈ രണ്ട് സംഖ്യയും കൂടെ ഇടയിൽ എന്തോ ഗുണനമാണ്. അപ്പോൾ ഇവിടെ ഗുണനമാണ്. ഇവിടെ ഗുണിക്കേണ്ടത് 9ഉം 6ഉം കൂടെ ഗുണിക്കുമ്പോൾ നമുക്കറിയാം ഉത്തരം വലുതായിരിക്കും, പക്ഷേ 54 വരുന്നത്. 9 × 6, 9ഉം 6ഉം കൂടെ ഗുണിച്ചാൽ എന്താ വരുന്നത്? 54. അതിൽ 4 ലാസ്റ്റ് വരുന്നത്, 5 ശിഷ്ടമായിട്ട് മാറും. അപ്പോൾ അവസാനത്തെ ഡിജിറ്റ് ഏതെന്ന് ചോദിച്ചാൽ 4 ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻസർ എന്തുമായിരിക്കും? 4 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഉത്തരം സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, ചെയ്ത് പഠിക്കുക. അപ്പോൾ 3ൻ്റെ കാര്യം വന്നാൽ ഇത് കണക്ക് ചെയ്ത 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഓർഡർ ഉണ്ട്. 3 പിന്നെ 9 പിന്നെ നിങ്ങൾക്കറിയാം 3ൻ്റെ ക്യൂബ് വന്ന എന്തുവരും? 27. 7 ലാസ്റ്റ്. 3ൻ്റെ 4 വന്ന 8/1 1 ആണ് ലാസ്റ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇതിന് സമാനമായത് ഏത്? ഈ ഓപ്ഷനിൽ അതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം. ഈ ചോദ്യം പലർക്കും തെറ്റും. ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് പലർക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റായിരിക്കും. ഞാൻ വെല്ലുവിളിച്ച് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയുടെ ചോദിക്കുകയാണ്, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ, എല്ലാവരും കണ്ടുപിടിച്ചല്ലോ. ഇനി ആൻസർ പറയാൻ പോവാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2x² എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത് ഇങ്ങനെയാണ് മക്കളെ, 2³ × x². കണ്ടോ, ഈ മുകളിൽ കിടക്കുന്ന ക്യൂബ് ഓരോരുത്തർക്കും കൊടുക്കണം, 2നും കൊടുക്കണം, അതാണ് എക്സിനും കൊടുക്കണം. എന്ന് പറയുമ്പോൾ 2ൻ്റെ ക്യൂബ് 8 ആണ്, x⁻6 ആണ് ആൻസർ. ദെയർഫോർ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. ഈ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റിൽ ഇട്ടേക്കണേ. ഓക്കെ ആണേ, കമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്കണേ ഉത്തരം കറക്റ്റ് ആണെന്നും പറഞ്ഞു കേട്ടോ. ചുമ്മാ ഇടരുത്, അത് വഞ്ചനയാണ്, വഞ്ചന കാണിക്കരുത് കേട്ടോ. സത്യസന്ധമായിട്ട് ആൻസർ കിട്ടിയവർ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യം, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാണ് 8, 10, x. അപ്പോൾ ഒരു ത്രികോണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകൾ എങ്ങനെ പറഞ്ഞു? ഒരു സൈഡ് 8 എന്നും, ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സൈഡ് x സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ത്രികോണത്തിൻ്റെ ഈ 3ാമത്തെ വശം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എക്സിന് സ്വീകരിക്കാവുന്ന ഏറ്റവും കൂടിയ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തോ ചോദിച്ചാൽ എക്സിന് സ്വീകരിക്കാൻ പറ്റിയ കൂടിയ വില ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ അവിടെ ഏത് വാല്യൂ, ഈ എക്സ് എന്ന് പറയുന്നിടത്ത് ഏത് വാല്യൂ ആണ് ഈ ഓപ്ഷനിൽ നിന്ന് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമുണ്ട് മക്കളെ. വളരെ സിമ്പിളാണ്. 10ഉം 8ഉം കൂടെ കൂട്ടുക, 18 കിട്ടും. ഓക്കെയാണ്. ഏതാ 10ഉം 8ഉം? എന്താണ്ട് ഈ രണ്ട് സൈഡും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 18. അതേ രണ്ട് സൈഡും കൂടെ കുറയ്ക്കുക, എന്ത് കിട്ടും? 2. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് 18നും 2നും ഇടയിലാണ്. നമ്മുടെ ഉത്തരം വരേണ്ടത് ഈ 18നും ഈ 2നും ഇടയിൽ വരണം. 18നും 2നും ഇടയിൽ വരണം എന്ന് പറയുമ്പോൾ 18 വരൂലല്ലോ, അപ്പോൾ എ ഓപ്ഷൻ കട്ട് ചെയ്തു. 19 വരില്ല, ബി ഓപ്ഷനും കട്ട് ചെയ്തു. ഇനി നോക്കടാ, 18നും 2നും ഇടയിലാണ് 17ഉം 16ഉം. പക്ഷെ ചോദ്യം നോക്കട്ടെ, ഏറ്റവും കൂടിയ വിലയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടിയ വില ഏതെന്ന് ചോദിച്ചാൽ 17 ആണ്. ദെയർഫോർ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 17. കണ്ടോ, ട്രിക്ക് മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ വേറൊരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്നവർ, അവർ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ട്രയാങ്കിളിൻ്റെ വീഡിയോ ഈ ഇടയ്ക്കിട്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ ചോദിച്ചേക്കുന്നത് തന്നിരിക്കുന്ന ഒരു സാമാന്തരികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പാരലലോഗ്രമാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് എന്താണ്? പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ചോദ്യം, ആംഗിൾ EBC എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെയാണ് മക്കളെ EBC? കണ്ടു, EBC ഇവിടുത്തെ ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ലൈനും എന്താണ്? പാരലാണ്. ഇതിനെ മുറിച്ചുകൊണ്ടാണ് ഈ ലൈൻ പോയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 80 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും മക്കളെ? 80 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 80 ഡിഗ്രി. ദെയർഫോർ ഇവിടെ എത്ര വരും? 80 ഡിഗ്രി. ഓക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇവിടെ എത്ര ഡിഗ്രി വരും? 80. എന്തുകൊണ്ടാണ്? ഇവിടെ 80 ആയതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ എന്തുമായിരിക്കും? 80 ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോൺ എന്ന ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ 80 കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പൈതഗോറസ് ത്രയങ്ങളിലെ 3ാമത്തെ സംഖ്യ ഏത്?
എന്തോ പൈതഗോറസ് ത്രയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു മട്ടത്രികോണമുണ്ടെങ്കിൽ ആ മട്ടത്രികോണത്തിൻ്റെ ഒരു സൈഡ് എന്തെന്ന് പറഞ്ഞു 14, മറ്റൊരു സൈഡ് 50 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 14ഉം 50ഉം ഉണ്ട്, മൂന്നാമത്തെ സൈഡ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 50 വന്നതുകൊണ്ട് അതൊരു വലിയ സംഖ്യ ആയതുകൊണ്ട് ഞാൻ നീളം കൂടിയ സൈഡിൽ അങ്ങ് 50 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ നീളം കുറഞ്ഞ സൈഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്ത് കണ്ടുപിടിച്ചാൽ ഇപ്പോൾ AB എന്ന് പേര് കൊടുത്താൽ AB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് നിങ്ങൾക്കറിയാം 50ൻ്റെ സ്ക്വയറിൽ നിന്ന് കുറയ്ക്കണം 14ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ മൈനസ് വരാനുള്ള കാരണം എന്താ? ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ കൂട്ടണം. ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സൈഡ് 90ന് ഓപ്പോസിറ്റ് അല്ല, അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം റൂട്ട് 2500 വരും അല്ലേ? 50ൻ്റെ 25ൻ്റെ സ്ക്വയർ അല്ല 50ൻ്റെ സ്ക്വയർ 2500 മൈനസ് എത്ര വരും? 196 വരും. എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എത്രത്തോളം വരും ഇവിടെ? ഇത് കുറയ്ക്കുമ്പോൾ 2500 മൈനസ് എത്രയാണ്? 196. അപ്പം എത്ര വരും? 10 10 64. ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 0 വരും, ഇവിടെ 4 ആണ്. എത്ര? 2304 എന്നാണ് ഉത്തരം വരുന്നത്. 2304. ഇപ്പോൾ 2304 ഏതിൻ്റെ സ്ക്വയർ ആണടാ? 2304 എന്ന് പറയുന്നത്. 2304 എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. നോക്കടാ, ഇവിടെ 48 ഉണ്ട്, 48 8 8 64. അപ്പം 48ൻ്റെ സ്ക്വയർ ആണെന്നുള്ള കാര്യം കിട്ടും. അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ 48 × 48 ചെയ്ത് നോക്കിയാൽ മതി, ഉത്തരം 2304 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്ന പൈതഗോറസിൻ്റെ ത്രയം എന്ന് പറയുന്നത്. ഇത് ചെയ്ത് നോക്കിയാൽ മതി. ഏത് ഇക്വേഷൻ എന്താണ്ട് ഈ പൈതഗോറസിൻ്റെ സമവാക്യം ഇട്ടുകൊടുത്ത് ചെയ്ത് എത്തിച്ചാൽ മതി കേട്ടോ. ഏത് ചോദ്യം വന്നാലും ചെയ്യാം. ഇത് കണക്ക് ഞാൻ മറ്റൊരു ത്രയവും കൂടെ പറയാൻ എനിക്ക് ആഗ്രഹം തോന്നി. ഞാൻ ചോദിക്കട്ടെടാ, നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ പൈതഗോറസിൻ്റെ ത്രയങ്ങളിൽ നിങ്ങൾക്കറിയാം ഒരു സൈഡ് 3ഉം ഒരു സൈഡ് 4ഉം വന്നാൽ ഈ സൈഡ് എത്ര? നിങ്ങൾ കാണാൻ പഠിച്ച് വെച്ചേക്കുക. എത്രയായിരിക്കും? ഈ സൈഡ് 5 ആയിരിക്കും കേട്ടോ. 3 4. അപ്പുറത്തെ സൈഡ് എന്തുമായിരിക്കും? നീളം കൂടിയ സൈഡ് എത്രയായിരിക്കും? നീളം കൂടിയ സൈഡ് എത്രയായിരിക്കും? 5 കണ്ടോ. ഇതാണ് പൈതഗോറസിൻ്റെ ത്രയങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ത്രയമാണ്. 3ഉം 4ഉം വന്ന് നീളം കൂടിയ സൈഡ് എത്ര വരും? 5. അതുപോലെയാണ് ഇവിടെ പറഞ്ഞത്. 14ഉം 50ഉം വന്നാൽ ഒരു സൈഡ് എത്രയായിരിക്കും? 48. അതുപോലെ ചെയ്ത് പഠിച്ചാൽ മതി. അടുത്ത ചോദ്യം x മൈനസ് y മൈനസ് ഇസഡിന് തുല്യമായത് ഏതെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ എക്സ് മൈനസ് വൈ മൈനസ് ഇസഡിന് തുല്യമായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇതിനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ ആ എക്സിനൊരു വില കൊടുക്കുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ 10, വൈ എന്ന് പറയുന്ന ഒരു 6, ഇസഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെഡ് എന്ന് പറയുന്നത്, ഇന്നാൾ ഇസഡ് എന്ന് പറഞ്ഞത് തെറ്റായിട്ട് ചിലവർ വീഡിയോയിൽ പറഞ്ഞു. സെഡ് ആണെങ്കിൽ എത്ര വരും? 2 എന്ന് വരും. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് വരും ഇവിടെ? പറയടാ. എക്സ് മൈനസ് 10 മൈനസ് 6 അതിൻ്റെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വെളിയിൽ 2. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ തരും. ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ 4 മൈനസ് 2. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2 വന്നു. അതുപോലെ ഈ ഓപ്ഷനുകളിലും ഇട്ട് കൊടുത്ത് ചെക്ക് ചെയ്യുക. അപ്പം 2 വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. അപ്പം എ ഓപ്ഷൻ എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് ആണ് എന്തെന്ന് പറയുന്ന ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നോക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ 10 മൈനസ് ഈ വൈ എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 10 മൈനസ് 8 എന്ന് വരും. ഉത്തരം 2 എന്ന് വരും. അപ്പോൾ ചോദ്യം തുല്യമായത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെയും ഉത്തരം 2, ക്വസ്റ്റ്യനും ഉത്തരം 2 എന്ന് തന്നെ കിട്ടി. എപ്പോഴാണ് ഈ വാല്യൂസ് എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ എത്രാമത്തെ ചോദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോസിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താണ് കാണുന്നതെന്ന് വിശ്വസിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് ആൻസർ ചെക്ക് ചെയ്യുകയാണെന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്തു നോക്കുക. ഇനി വരുന്ന ചോദ്യം അപ്പോൾ തന്നിരിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കടാ. 90 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ഒരു തീവണ്ടി. അപ്പോൾ തീവണ്ടിയുടെ സ്പീഡ് നോക്കടാ. 90 കിലോമീറ്റർ പെർ ഹവറിലാണ് പോകുന്നത്. നമ്മുടെ തീവണ്ടിയുടെ സ്പീഡാണ് 90 കിലോമീറ്റർ പെർ ഹവർ. ഓടുന്ന തീവണ്ടി ബ്രേക്ക് ചവിട്ടാൻ 1 സെക്കൻഡ് വൈകിയാൽ, ഇപ്പം ബ്രേക്ക് ചവിട്ടാൻ എത്ര സെക്കൻഡ് വൈകി? 1 സെക്കൻഡ് അവർ വിട്ടുപോയി ബ്രേക്ക് ചവിട്ടാൻ. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര ദൂരം മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ എന്താ? 1 സെക്കൻഡിൽ ആ ട്രെയിൻ നീങ്ങിയ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തോ കണ്ടുപിടിക്കേണ്ടത്? 1 സെക്കൻഡിൽ ആ ട്രെയിൻ എത്രത്തോളം ദൂരം നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ 90 കിലോമീറ്റർ പെർ അവർ വെച്ചിട്ട് നിങ്ങൾക്കറിയാം 1 മണിക്കൂറിൽ ഈ ട്രെയിൻ എത്ര കിലോമീറ്റർ പോകും? 90 കിലോമീറ്റർ സഞ്ചരിക്കും 1 മണിക്കൂറിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം 60 മിനിറ്റ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ അത് 90 കിലോമീറ്റർ സഞ്ചരിക്കും. 60 മിനിറ്റിൽ അത് 90 കിലോമീറ്റർ സഞ്ചരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിലെല്ലാം കിടക്കുന്നത് മീറ്ററാണ്.
അതുകൊണ്ട് ഈ കിലോമീറ്ററിൻ്റെ കഥയും കൊണ്ട് പോയ കാര്യം നടക്കത്തില്ല. അപ്പോൾ 90 കിലോമീറ്റർ എത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ 3 പൂജ്യം ഇട്ട് കൊടുത്താൽ മതിയല്ല. 90 എഴുതിയതിന് ശേഷം ഒരു 3 പൂജ്യം ഇട്ടിട്ട് മീറ്റർ എന്ന് എഴുതിയാൽ മതി. പ്രശ്നം സോൾവ് ആയി. കണ്ടല്ലേ, കിലോമീറ്റർ മാറാനായിട്ട് എന്തിട്ടാൽ മതി, ഒരു 3 പൂജ്യം കിട്ടാൽ മതി, കഴിഞ്ഞു. ഇനി 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണെന്ന് ചോദിച്ചാൽ 3600 സെക്കൻഡാണ്. എന്ത് ചെയ്താൽ മതി നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ഇൻറ്റു 60 ചെയ്താൽ പോയി, ഒരു 60നെ 60 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ല. 3600 സെക്കൻഡാണ് എന്തെന്ന് പറയുന്നത് 90,000 മീറ്റർ. അപ്പം 3600 സെക്കൻഡിൽ 90,000 മീറ്റർ പോകുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഒരു 3600 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര സെക്കൻഡിലെ ഉത്തരം കിട്ടും, 1 സെക്കൻഡ്. അപ്പോൾ ഇവിടെയും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെർഫോർ ആൻസർ 0യും കട്ട് ചെയ്തു. 900നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, വളരെ സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. ഇപ്പോൾ 900നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 336 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പം വേറെ എന്തെങ്കിലും രീതിയിലും നമുക്ക് ചെയ്യാം. 6 കൊണ്ട് അടങ്ങുമോ എന്ന് നോക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ 36 × 2 ചെയ്യുക. 6 × 12 ഇഷ്ടമൊന്ന്, 3 × 6 72 വരും. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 36, 2 പ്രാവശ്യം 72, 72 10 82, 180. അപ്പോൾ 5 ഇഡ്ഡലി കിട്ടത്തില്ല, 6 5 30, 3 ഇഷ്ടം 180. അപ്പോൾ ഉത്തരം 25 മീറ്റർ കേട്ടല്ലോ. അപ്പോൾ 1 സെക്കൻഡിൽ ട്രെയിൻ ഒന്ന് ബ്രേക്ക് അടിക്കാൻ വിട്ടുപോയാൽ ആ ട്രെയിൻ 25 മീറ്റർ നീങ്ങും എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് 1 സെക്കൻഡിൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. ഇതായിരുന്നു ഈ ചോദ്യത്തിൻ്റെ രീതി. വളരെ സിമ്പിളാണ്, പക്ഷേ ക്വസ്റ്റ്യൻ കണ്ട് പേടിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, 90 കിലോമീറ്റർ 1 മണിക്കൂറിൽ പോയെങ്കിൽ 1 മണിക്കൂർ 90 കിലോമീറ്റർ നമ്മുടെ ട്രെയിൻ സഞ്ചരിക്കും. ആ 1 മണിക്കൂറിനെ ഞാൻ മിനിറ്റിൽ പറഞ്ഞാൽ 60 മിനിറ്റിൽ 90 കിലോമീറ്റർ. ആ കിലോമീറ്ററിനെ മാറ്റി നമ്മൾ 3 പൂജ്യം ഇട്ട് മീറ്റർ ആക്കി എന്ന് മനസ്സിലാക്കുക. ഈ 90 മിനിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് 3600 സെക്കൻഡ് എന്ന് വിളിക്കാം. ആ 3600നെ 3600 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 സെക്കൻഡിലെ കഥ കിട്ടും. ഇവിടെ 3600 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെയും അത് ചെയ്യണം. അതിൽ നിന്നും 25 മീറ്റർ എന്ന ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ ഐഡിയ ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കണക്ക് ചെയ്യുന്നത്, നിങ്ങളും പഠിക്കുക. അടുത്ത ചോദ്യം നോക്കടാ. 200 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു ടെലഫോൺ പോസ്റ്റ് 10 സെക്കൻഡിൽ കടന്നുപോയി. എന്നാൽ ട്രെയിനിൻ്റെ വേഗം എത്ര? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്പീഡാണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വേഗത കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് നമുക്ക് അറിയാം. അതിലൊന്നും ഒരു സംശയവും ഇല്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നോക്കടാ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 200 മീറ്ററാണ്. ട്രെയിനിൻ്റെ നീളം എത്ര? 200 മീറ്ററാണ് ട്രെയിനിൻ്റെ നീളം. ബൈ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്. അപ്പോൾ ഇത് 200 മീറ്റർ, ഇത് 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ വെട്ടി ചെയ്യുമ്പോൾ 0യും വെട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 20 മീറ്റർ പെർ സെക്കൻഡിലാണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് നോക്കടാ, മീറ്റർ പെർ സെക്കൻഡ്. പക്ഷേ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലൊന്നും എന്തില്ല, മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ സ്പീഡ് ഇല്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ എന്താക്കണം, കിലോമീറ്റർ പെർ അവർ ആക്കണം. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കുക. ഈ 5ഉം 4ഉം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര ഇട്ടൂടെ? 8 4 32 3 72 കിലോമീറ്റർ പെർ ഹവർ എന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 72 കിലോമീറ്റർ പെർ ഹവർ ആണ് കേട്ടല്ലോ. അപ്പോൾ മനസ്സിലാക്കുക, മീറ്റർ പെർ സെക്കൻഡ് ഇരിക്കുന്നതിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കാൻ ഇൻറ്റു 5/8 ചെയ്യുക. അപ്പം കിട്ടും 72 കിലോമീറ്റർ പെർ ഹവർ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെറ്റാണ്. അടുത്ത ചോദ്യം നോക്കടാ. സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിക്കുന്ന ഒരു കാർ. അപ്പോൾ സെക്കൻഡിൽ 20 മീറ്റർ. അപ്പോൾ 1 സെക്കൻഡിൽ ആ കാർ എത്ര മീറ്റർ സഞ്ചരിക്കും? 20 മീറ്റർ സഞ്ചരിക്കും. അപ്പോൾ കാർ എന്ത് ചെയ്യും? 1 സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിക്കുന്ന കാറാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എന്നാണ് ചോദിച്ചത്. എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ്? 2 മണിക്കൂർ കൊണ്ട് കേട്ടല്ല. അപ്പോൾ 1 സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിക്കുന്ന കാറ് 2 മണിക്കൂറിൽ എത്ര സഞ്ചരിക്കുമെന്നാണ് അറിയേണ്ടത് കേട്ടല്ലേ, എത്ര സഞ്ചരിക്കുമെന്ന്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുക. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? നിങ്ങൾക്കറിയാം 1 മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ്. അപ്പോൾ 2 മണിക്കൂർ എന്ന് പറയുന്നത് 7200 സെക്കൻഡ് ആണെന്ന് മനസ്സിലാക്കുക. എത്രയാണ്? 7200 ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7200. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 7200 ചെയ്യുമ്പോൾ 7200 സെക്കൻഡായി. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യും? 7200 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ മനസ്സിലാക്കുക, 7200 സെക്കൻഡിൽ അതെന്ത് ചെയ്യൂടാ? ഇത് രണ്ടും കൂടെ ഗുണിച്ച് എന്ത് കിട്ടൂടാ? 2 2 4 7 2 14. ഇത്രയും മീറ്റർ സഞ്ചരിക്കും.
ഇത്രയും മീറ്റർ കണ്ടോ, ഇത് തമ്മിൽ ഗുണിച്ചു നോക്കി, ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. എത്രയാ, ഇത് തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടൂടാ, 20ഉം 72ഉം, അതിൽ 72 രണ്ടും കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും, 144. പിന്നെ എത്ര പൂജ്യം, ഒരു പൂജ്യം 3 പൂജ്യം, ആ 3 പൂജ്യം ഇട്ടിട്ടുണ്ട്. അത്രയും മീറ്റർ സഞ്ചരിക്കും. ഇനി നിങ്ങൾക്കറിയാം മീറ്ററിലല്ല നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്ന മൊത്തം കിലോമീറ്ററിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, കിലോമീറ്ററിലാക്കാൻ ഈ 3 പൂജ്യം വെട്ടിക്കളയാം. അപ്പോൾ മനസ്സിലാക്കുക 7200 സെക്കൻഡ് അല്ലെങ്കിൽ 2 മണിക്കൂർ. 2 മണിക്കൂർ തന്നെയാണ് 7200 സെക്കൻഡ്. എത്ര മീറ്റർ അല്ല, 144 കിലോമീറ്റർ സഞ്ചരിക്കും കേട്ടോ. 3 പൂജ്യം വെട്ടിക്കളഞ്ഞപ്പോൾ ഉത്തരമായി 144 കിലോമീറ്റർ ആ കാറ് സഞ്ചരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന ട്രിക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി സമയം പിടിക്കും. വീഡിയോ മുന്നോട്ടും പിറകോട്ടും ഒക്കെ അടിച്ചടിച്ച് ഒന്നുകൂടെ ഒക്കെ കണ്ടു പഠിക്കുക. വളരെ സിമ്പിൾ ടെക്നിക്കാണ്. ഇങ്ങനെയാണ് USS പരീക്ഷ എഴുതേണ്ടത്. അല്ലാതെ കാൽക്കുലേഷൻ ചെയ്ത് സമയം കളയുകയല്ല. USSൻ്റെ മാത്സ് പരീക്ഷ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴിയിലൂടെ ചെയ്ത് തീർക്കുക. ഓക്കെയാണ്. അപ്പോൾ അടുത്ത ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്ക് നല്ല പരിചയം, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്. 1ൽ നിന്നും കുറയ്ക്കണം. ഇവിടെ എന്തോ കുറയ്ക്കണം, 1ൽ നിന്ന് കുറയ്ക്കണം, ഇതെല്ലാം കൂടെ കൂട്ടിയത്. മക്കളെ ഇതെല്ലാം കൂടെ കൂട്ടിയതിൻ്റെ ഉത്തരം എന്താ, ഇതിൻ്റെ ഉത്തരം എന്തോ നിങ്ങൾക്കറിയാം. 1 മൈനസ് ഇതിൻ്റെ ഇത്രയും ഉത്തരം എന്തുവാടാ, ഇതിൻ്റെ ഇത്രയും ഉത്തരം നോക്കടാ, ഇത് 2, ഇത് 4, ഇത് 8, ഇത് 16, ഇത് 32, മുകളിലെല്ലാം 1 1 1 1 എന്ന് വന്നാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 31/32 ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെയാണ്. ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി നോക്കിക്കോ. ഇവിടെ 32 ഉണ്ട്, ഇതൊരു ഫ്രാക്ഷനാണ്. ഈ 1ന് പകരം എന്ത് കൊടുക്കുക, 32 എന്ന് കൊടുക്കുക. എന്തുവാ 1ന് പകരം എന്ത് കൊടുക്കുക, 1ന് പകരം 32/32. കണ്ടോ, 1ന് പകരം 32/32. പ്രശ്നമുണ്ടോ, 32/32 എത്രയാണ്, 1 ആണ്. അപ്പം 32/32 മൈനസ് 31/32. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1/32 എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്ര കിട്ടും, 1/32 അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ്. നോക്ക്, ഇവിടെ 32, ഇവിടെയും 32. അപ്പോൾ ആൻസർ 32. 32 ന്ന് 31 പോയാൽ 1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1/32. ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണം, കിട്ടില്ലമായി തന്നെ പഠിക്കണം. തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, 0.5, 0.25, 0.125 ഇതെല്ലാം കൂടെ കൂട്ടി അതോടൊപ്പം ഇവിടെ ഒരു ഡാഷ് ഉണ്ട് മക്കളെ. ഈ ഡാഷാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഡാഷിൽ എന്ത് വന്നാലാണ് ഉത്തരം 1 വരുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ അറിയാത്തവർ ഈ ക്വസ്റ്റ്യൻ ഏതാ മാറ്റി ഞാൻ കാണിച്ചു തരാം. ആ 1/0.5 എന്ന് പറഞ്ഞ സംഖ്യ എന്താണ്, 1/2 ആണ് കേട്ടോ. 1/2 പ്ലസ് ഈ 0.25 എന്ന് പറഞ്ഞ സംഖ്യ എന്താണ്, 1/4 ആണ്. പ്ലസ് ഇതെന്ന് പറയുന്നത് ആരാണ്, 1/8 ആണ്. ഈ കൊടുത്തിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ 1/16 ആണ്. പ്ലസ് ഡാഷ് ചെയ്താൽ 1 കിട്ടും. നിങ്ങൾക്കറിയാം ഇതിനോട് എന്ത് കൂട്ടിയാൽ, ഇവിടെ എന്ത് കൂട്ടിയാലാണ് 1ലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർ പഠിച്ചു വയ്ക്കുക. ഒരു 1/16 ആണ് ഇവിടെ കൂട്ടേണ്ടത്. ഈ 1/16 ഒന്നും ഇവിടെ ഓപ്ഷനിലില്ല. 1/16 പകരം നമുക്കറിയാം 1/16 എന്താ ഇവിടെ ഉണ്ടായിരുന്നു. 1/16 അതാരാണ്, 0.0625 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടല്ലോ. അപ്പം ഈ ക്വസ്റ്റ്യൻ ഏതാ ഇതുപോലെ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ വരേണ്ടത് 1/16 വന്നാലേ ഇവിടുത്തെ ഉത്തരം 1 വരത്തുള്ളൂ. അപ്പോൾ ലൈവിലും ഇതേപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ലൈവ് കാണാത്തവർ കാണുക. USSൻ്റെ ഒറ്റ ലൈവേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലും കുറേ ചോദ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാണുക, പഠിക്കുക. അടുത്ത ചോദ്യം ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 2x √1024 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 210 ആണ് 1024. ഇത് പഠിച്ച് വെച്ചിരിക്കണം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ 2x √210 ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, റൂട്ടിനകത്ത് പവറുള്ള സംഖ്യ വന്നാൽ അത് പകുതിയാകുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2 x = 2 എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 5 ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. എക്സിൻ്റെ വാല്യൂ എത്ര, ഓപ്ഷൻ സി ആണ് അല്ലെങ്കിൽ 5 ആണ് ആൻസർ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ തെറ്റിക്കരുത്, പഠിക്കുക. അതുകൊണ്ട് ഇതുപോലത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. 2 എത്ര, 1024. ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യത്തിൽ എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആംഗിൾ 4x, ഇവിടുത്തെ ആംഗിൾ x + 45. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര എന്നാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പടം നിങ്ങൾക്കറിയാം ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി. രേഖീയ ജോഡിയുടെ പ്രത്യേകത x + 45 എന്ന് പറയുന്ന ആംഗിളും അതുകൊണ്ട് തൊട്ടപ്പുറത്തെ ആംഗിളും എന്താണ്ട് ഈ ആംഗിളും ഈ ആംഗിളുടെ കൂട്ടിയാൽ എത്ര വരും, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 വരുമെന്ന് നമുക്കറിയാം. അതിൽ ഇത് 1x 4x കൂട്ടി 5x = നമുക്ക് എഴുതാം 180 - 45 എന്ന് എഴുതാം. കണ്ടല്ലോ, അതാണ്ട് ഈ +45 ഇപ്പുറത്തോട്ട് പോയപ്പോൾ -45 ആയി. അപ്പോൾ അവിടെ നിന്നും 5x = ഇത് കുറച്ചാൽ എത്ര ഇട്ടൂടെ 5 വരും, 135
വരും. അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. 135/5 എന്ന് വരും. എന്ന് പറയുമ്പോൾ 5 2 10 27 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 27 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇതുപോലെയൊക്കെ ഈ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മുടെ ഈ ചാനലിലുണ്ട്. കാണാത്തവരായിട്ട് ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചെയ്യേണ്ടത് എന്താണ്, ഞാൻ ഇട്ടേക്കുന്ന ഇതിന് മുന്നുള്ള വീഡിയോസ് എല്ലാം കണ്ട് പഠിക്കുക. ഇന്നും കൂടെ സമയമുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരവും രാത്രി നാളെ രാവിലത്തേക്കും കൂടെ ഒരിച്ചിരി സമയമുണ്ട്. അതോടുകൂടി പഠിച്ചു തീർക്കുക. നിങ്ങളുടെ പരീക്ഷ OMR ഷീറ്റിലാണ്. നിങ്ങൾക്ക് ചെറിയ ചെറിയ സർക്കിളിനകത്ത് എന്ത് ചെയ്താൽ മതി, ഷെയ്ഡ് ചെയ്താൽ മതി. അതുകൊണ്ട് ഇതുപോലെ എന്ത് ചെയ്യുക, സർക്കിൾ നന്നായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് OMR ഷീറ്റാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് കണക്ക് ഫില്ല് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്തിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് വരിക. ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതിരിക്കുക. നെഗറ്റീവ് മാർക്കൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. നല്ല മാർക്ക് മേടിച്ചുകൊണ്ട് മാത്സിന് 20 നിങ്ങൾ എടുക്കുമെന്നുള്ള വിശ്വാസ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ബൈ. താങ്ക് യു.